പോയ വർഷത്തെ എല്ലാ തരികിടകളുടെയും 1 മണിക്കൂർ നീളുന്ന സർക്കസാണിത്. ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വർഷം നിരവധി പേരെ കളിയാക്കിയതിനാൽ ഇനി പോയ വർഷം മാതൃഭൂമി ന്യൂസിന് വാർത്താവതരണത്തിൽ വന്ന അബദ്ധങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കേരള സർക്കസ് ആദ്യം ചാനൽ ചിരിയായി അവതരിപ്പിക്കുന്നത്. സമയക്കുറവ് മൂലം പലതും വെട്ടിക്കുറച്ചിട്ടുണ്ട്. വാർത്താവതരണത്തിൽ അവതാരകർ എപ്പോൾ തയ്യാറാകും ഒരു ചോദ്യമാണ്. പക്ഷേ എപ്പോഴും ഓൺ എയർ വന്നതിന് ശേഷം മാത്രം തയ്യാറാകുന്ന ക്രൈം ന്യൂസ് അവതാരകയോടുകൂടി ചാനൽ ചിരി ആരംഭിക്കാം. ഡയൽ 100 തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജമ്മുകശ്മീരിൽ വീണ്ടും സംഘർഷം. ശ്രീനഗറിൽ PDP MPയുടെ വീട് അക്രമികൾ അഗ്നിക്കിരയാക്കി. ഒരു ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷം ജമ്മുകാശ്മീരിൽ വീണ്ടും സംഘർഷം. സ്ഥിരമായി മോർണിംഗ് ഷോ വാർത്തകൾ വായിക്കുന്ന അവതാരക വൈകിട്ട് 3 മണി വാർത്ത വായിച്ചെങ്കിലും രാവിലത്തെ ഹാങ് ഓവർ മാറിയില്ല. മാത്രമല്ല ഒരു ഈച്ച മുഖതാവിൽ നിന്ന് നേരിട്ട് വാർത്ത കേൾക്കുന്നതും കാണേണ്ടതാണ്. 56ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മാതൃഭൂമി ന്യൂസ് ഒരുങ്ങി. കലയുടെ വാർത്തകളിൽ ഇനി വാസ്തവം നിറയും. ഇതോടെ മോർണിംഗ് ഷോ പൂർണ്ണമാവുകയാണ്. ഇനി കൃഷിഭൂമി കാണാം. നമസ്കാരം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി പ്രാദേശിക വാർത്തകൾ കാണാം. കോൺഗ്രസിന്റെ 131ാം ജന്മദിന വാർത്ത ചരമദിനം ആക്കുന്ന അവതാരകൻ. ഉദ്ദേശിച്ച ഇടവേള വരാത്തതിനാൽ ചുമ്മാ ചിരിക്കുന്ന അവതാരകനും ഒരു കാഴ്ചയാണ്. കെ മുരളീധരന്റെ വിമർശനങ്ങൾക്കുള്ള VM സുധീരന്റെ മറുപടി ഇന്നുണ്ടാകും. കോൺഗ്രസിന്റെ 131ാം ജന്മദിന ആഘോഷങ്ങളിൽ സുധീരൻ നിലപാട് വ്യക്തമാക്കുമെന്നാണ് സൂചന. പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളും കോൺഗ്രസിൽ സജീവമാണ്. ബാർക്കോഴയിൽ UDFനെ വെട്ടിലാക്കി പുതിയ വെളിപ്പെടുത്തലുകൾ. വാർത്ത വായിച്ച് മുറുകി വന്നപ്പോഴാണ് അവതാരക ഓർത്തത് സഹപ്രവർത്തകയായ തങ്കമ്മയുടെ ഡ്യൂട്ടി കഴിഞ്ഞോ എന്നും. എന്തായാലും പ്രേക്ഷകർ മുഴുവൻ കേൾക്കെ റീഡർ ചോദിക്കുന്നു, തങ്കമ്മേ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞോന്ന്. അബുദാബിയിലെ ജനസംഖ്യയിൽ 30% ഇന്ത്യക്കാരാണ്. ഇന്ത്യക്ക് എണ്ണ നൽകുന്ന രാജ്യമാണ് അബുദാബി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. തങ്കു നിന്റെ ഡ്യൂട്ടി ഇനി ഡ്യൂട്ടി കഴിയാതിരിക്കുന്ന തങ്കമ്മയുടെ വാർത്താ വായനയാണ്. തലനാരിഴയ്ക്ക് അപകടത്തിൽ പെടുന്നത് കാണാം. ഇല്ല, പെട്ടില്ല. പാലക്കാട് പേഴുംകര പുഴപ്പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ തലനാരിഴയ്ക്ക് അപകടത്തിൽപ്പെട്ടില്ല. കോളിവുഡിൽ ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന ചിത്രമാണ് സിദ്ധാർത്ഥ് നായകനായ ജിൽ ജുഗ് ജംഗ്. സിദ്ധാർത്ഥ് നിർമ്മാതാവാകുന്ന 2ാമത്തെ ചിത്രവുമാണ് ജിൽ ജുഗ് ജംഗ്. ഡാർക്ക് ഹ്യൂമർ ചിത്രമായ ജിൽ ജുഗ് ജംഗിൽ രാധാരവി ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കും. ആരും കാണാതെ ഓൺ എയറിൽ എന്താണെന്ന് ചോദിക്കുന്ന അവതാരകൻ. പാവം മൂപ്പര് മാത്രം ഒന്നും അറിഞ്ഞില്ല. സ്വാശ്രയ കോളേജുകളുടെ മെഡിക്കൽ കൌൺസിലിംഗിനെതിരെ മഹാരാഷ്ട്ര നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിനയ ചേരുന്നു വിശദാംശങ്ങളുമായി. വിനയ, എപ്പോഴേക്ക് വിധി ഉണ്ടാകും? സ്വാശ്രയ കോളേജുകളുടെ സ്വന്തം നിലയിൽ നടത്തിയ മെഡിക്കൽ കൌൺസിലിംഗിനെതിരെ കേരള സർക്കാരും അതുപോലെ തന്നെ മഹാരാഷ്ട്ര സർക്കാരും നൽകിയ ഹർജികൾ ഇന്ന് 2 വാഴയുടെ നാര് മുള. പുതിയ കണ്ടുപിടുത്തവുമായി അവതാരക എത്തുകയാണ്. പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കളിൽ നിന്ന് മനോഹരവും ഈടുറ്റതുമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പരിശീലനം നൽകുന്ന സർക്കാർ സ്ഥാപനമാണ് കൊല്ലം ചന്ദനത്തോപ്പിലെ KSID വാഴയുടെ വാഴയുടെ നാര് തൊട്ട് മുള കൊണ്ട് വരെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. കൊലപാതക വാർത്ത വായിച്ചിരിക്കുമ്പോഴാണ് എല്ലാം ഇരുട്ടിലായത്. എന്നാൽ ആ ഇരുട്ടിൽ ഒന്ന് മുടി കോതാമെന്ന് അവതാരക കരുതി. ബാക്കി കണ്ടോ? തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ തമല സ്വദേശി സുരേഷാണ് രാവിലെ കൊല്ലപ്പെട്ടത്. പൂജപ്പുര ബിനു വധക്കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സുരേഷ്. കൊട്ടേഷൻ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. വിവരങ്ങളുമായി ഹിജാസ് അഹമ്മദ്. ഹിജാസ്, ആരാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു? പ്രതി രാവിലെ 8:30ക്കാണ് കൊലപാതകം നടന്നത്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം എന്തോന്നടേ ഇത്? മിന്നാമിനിങ്ങിന്റെ നുറുങ്ങു വെട്ടോ വിളിച്ചൊന്നുമില്ലേ? ആറനെല്ലൂരിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത്.
സമരം സ്വദേശിയായ ഇജാസ് പറയാം. ഓ, ഇനി എന്നാ പറയാനാന്നേ. ദേ വരുന്നു ആർക്കും മനസ്സിലാകാത്ത ഒരു കൃഷി വാർത്ത. സ്കൂൾ കൃഷിത്തോട്ടത്തിൽ പച്ചക്കറി കൃഷിയുടെ വിജയഗാഥയുമായി 2ാം വർഷവും കരിമണ്ണൂർ സെന്റ് ജോസഫ് സ്കൂൾ ഗൈഡ് സ്കൂൾ കുട്ടികൾ ഒരുക്കിയ കൃഷിത്തോട്ടത്തിൽ വിളഞ്ഞത് പാവലും പടവലവും കോവളവും വെണ്ടയും വെള്ളരിയുമാണ്. നീ ഒന്നും പണയണ്ട.